കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നേമത്തും സമാന സാഹചര്യമുണ്ടാകുമെന്ന ഭയപ്പാടിലാണ് CPM നേതൃത്വം. ഇതിനെ തുടർന്നാണ് മത്സരിക്കാനില്ലെന്ന നിലപാട് ഒരു മുഴം മുന്നേ മന്ത്രി വി ശിവൻകുട്ടി എടുത്തത്. ശിവൻകുട്ടിയെ തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. ശിവൻകുട്ടി പറഞ്ഞത് ശരിയല്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി താക്കീത് നൽകി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, തോൽവി ഭയന്ന് തന്നെയാണ് ശിവൻകുട്ടി അങ്ങനെ പറഞ്ഞു വെച്ചത്. പക്ഷേ പിന്നീട് മലക്കം മറിഞ്ഞു. തിരുത്തലുമായി MV ഗോവിന്ദനും രംഗത്ത് വന്നു, അല്ലേ? തീർച്ചയായും KP തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വലിയ അങ്കലാപ്പിലാണ് CPM എന്ന് പറയുന്നത്. കാരണം നഗരസഭ ഒന്നാകെ വലിയ വിജയത്തിലേക്ക് BJP എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേമമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ BJPക്ക് വളരെ ജനപിന്തുണയുള്ള ജനകീയതയുള്ളൊരു മണ്ഡലം കൂടിയാണ് നേമം എന്ന് പറയുന്നത്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതോടുകൂടിയാണ് വി ശിവൻകുട്ടിക്ക് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ വാർത്തകൾ കൂടി പ്രചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞാൽ കനത്ത പരാജയവും തിരിച്ചടിയും നേരിടുമെന്നൊരു ബോധ്യം വി ശിവൻകുട്ടിക്കുണ്ടാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് താൻ നിയമമണ്ഡലത്തിലേക്ക് ഇനി മത്സരിക്കാനില്ല എന്ന കാര്യം പറയുന്നത്. ഇത് വലിയ രീതിയിൽ വാർത്തയാകുകയും ചെയ്തു. പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്നൊരു നടപടിയായിരുന്നു വി ശിവൻകുട്ടിയുടെ ഭാഗത്തുണ്ടായത്. കാരണം ഇത്തരത്തിൽ തോൽവി നടക്കുമ്പോൾ പോലും ആ തോൽവിയുടെ കാരണം പഠിക്കുന്നതിനിടയിൽ പോലും ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് CPM പറയുന്നത്. ആ സാഹചര്യത്തിലാണ് CPMിലെ ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുകയും വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ CPMിനടക്കം നാണക്കേടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ടടുത്ത നിമിഷം തന്നെ മലക്കം മറിഞ്ഞുകൊണ്ട് തന്നെ വി ശിവൻകുട്ടി രംഗത്ത് വരികയും താൻ പറഞ്ഞത് അങ്ങനെയല്ല, CPMന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാകും, അവിടെ സ്ഥാനാർത്ഥി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുമെന്നടക്കമുള്ള ന്യായീകരണവാദങ്ങൾ നിർത്തുകയും ചെയ്തു. എന്തായാലും ഈ ന്യായീകരണവാദങ്ങളൊന്നും ഏറ്റില്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ട് MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ശക്തമായ രീതിയിൽ വി ശിവൻകുട്ടിയെ തിരുത്തിക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്തു. വി ശിവൻകുട്ടിയുടെ പ്രസ്താവന അനുചിതമായി പോയി, തെറ്റായിപ്പോയി എന്നാണ് MV ഗോവിന്ദൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. മാത്രമല്ല അത്തരത്തിലുള്ള ഈ പാർട്ടി സ്ഥാനാർത്ഥി നിർണ്ണയമെല്ലാം നടത്തുന്നത് പാർട്ടിയാണ്, ഇതുവരെ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചിട്ടില്ല എന്ന ഒരു തിരുത്തൽ MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഭീതിയിലുമാണ്. കാരണം തിരുവനന്തപുരത്തെ 5-ലധികം സീറ്റുകളിൽ BJP വലിയ രീതിയിലുള്ള വിജയം നേടുമെന്നാണ് ഇപ്പോൾ വാർത്തകളടക്കം പ്രചരിക്കുകയും ചില വാർത്തകൾ പ്രചരിക്കുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം 5-ലധികം മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മത്സരിക്കാനില്ലെന്ന നിലപാട് വി ശിവൻകുട്ടി സ്വീകരിച്ചത്. തോൽവി ഭയന്ന്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.